ജപ്പാൻ ഓപ്പൺ കിരീടം PV സിന്ധുവിന്. ഫൈനലിൽ ആകാനെ യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് കീഴടക്കി. ജപ്പാൻ ഓപ്പൺ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം PV സിന്ധുവായി മാറുകയാണ് ഇതോടെ. പരിക്കുകൾ മൂലം 2 സീസണുകളിലും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയാതിരുന്ന സിന്ധുവിന് ജപ്പാൻ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിൽ കിരീടം സ്വന്തമാക്കി. വനിതാ സിംഗിൾസ് ഫൈനലിൽ ആതിഥേയ താരമായ അകാനെ യമഗുച്ചിയെ 21-17, 21-17 എന്ന സ്കോറിന് നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യൻ ബാഡ്മിന്റൺ താരം കിരീടം സ്വന്തമാക്കിയത്. വെറും 50 മിനിറ്റ് മാത്രം നീണ്ട മത്സരത്തിൽ തുടക്കം മുതൽ മികച്ച കളിയാണ് സിന്ധു പുറത്തെടുത്തത്. കരുത്തുറ്റ സ്മാഷുകളും കൃത്യമായ ഡ്രോപ്പ് ഷോട്ടുകളും കൊണ്ട് യമഗുച്ചിയെ സമ്മർദ്ദത്തിലാക്കി മത്സരം സ്വന്തം വരുതിയിൽ ായിരുന്നു. മത്സരത്തിന്റെ ആദ്യ ഗെയിമിൽ ഇടവേളയ്ക്ക് മുൻപ് യമഗുച്ചിക്കായിരുന്നു നേരിയ മുൻതൂക്കം. എന്നാൽ ഇടവേളയ്ക്ക് ശേഷം ആക്രമണം ശക്തമാക്കിയ സിന്ധു മത്സരം കൈയിലെടുത്തു. 17-17 എന്ന നിലയിൽ നിൽക്കുമ്പോൾ തുടർച്ചയായി 4 പോയിന്റുകൾ നേടി ആദ്യ ഗെയിം സ്വന്തമാക്കി. രണ്ടാം ഗെയിമിലും തുടക്കം മുതൽ ആധിപത്യം പുലർത്തിയ സിന്ധു 14-7 വരെ ലീഡ് ഉയർത്തി. അവസാന നിമിഷങ്ങളിൽ യമഗുച്ചി തിരിച്ചുവരാൻ ശ്രമിച്ച സ്കോർ 19-17 ആക്കിയെങ്കിലും നിർണായക ഘട്ടത്തിൽ പിഴവില്ലാത്ത പ്രകടനം കാഴ്ചവെച്ച സിന്ധു തുടർച്ചയായ 2 പോയിന്റുകൾ നേടി കിരീടമുറപ്പിച്ചു. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്രവും 31-കാരിയായ PV സിന്ധുവിനാണ്. 2022 സിംഗപ്പൂർ ഓപ്പൺ സൂപ്പർ 500 കിരീടത്തിന് ശേഷം സിന്ധുവിന്റെ ആദ്യ പ്രധാന കിരീടം കൂടിയാണിത്. സ്പോർട്സ് ഡെസ്ക്, ജനം.